കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവി എന്ന ലേബലിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പടമാണ് ബറോസ്. ആൻഡ് ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്പെസിഫിക്കലി ഫോർ ചിൽഡ്രൻസ്. ഇത് അഡൽട്ട് ഓറിയൻറ്റഡ് മൂവി അല്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. ലാലേട്ടൻ്റെ മാസ് എൻട്രിയും കുറേ സാധനങ്ങൾക്ക് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇത് അങ്ങനൊരു പടയല്ല. ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഇതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്താണെന്നുള്ള ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ വന്നിരുന്നിട്ട് ഇതിൽ അതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇത് പക്ക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കിയൊരു സാധനമാണ്. സ്ഥിരം ഇങ്ങനെ നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മുഫാസ മുതൽ ബാക്കിയുള്ള നമ്മളിപ്പോൾ കാണുന്ന മറ്റ് സിനിമകളൊക്കെ തന്നെ ഒന്നുമില്ലെങ്കിൽ ആനിമേഷൻ ആയിരിക്കും. ലൈവ് ആക്ഷൻ ആയിട്ട് ഒരു ചൈൽഡ് ഓറിയൻറ്റഡ് ആയിട്ട് പടം വല്ലപ്പോഴൊക്കെ മലയാളത്തിൽ പുറത്തിറങ്ങാറുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ പണ്ട് പുറത്തിറങ്ങിയ മൈറ്റർ കുട്ടിച്ചാത്തം മുതൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്രയോ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പടങ്ങൾക്ക് വരാറുള്ളത്. സോ ആ ഒരു മോഡിൽ ഈ സിനിമയുടെ ഒരു ഇൻറ്റൻഷൻ ഏത് ടാർഗറ്റഡ് ഓഡിയൻസിലേക്കാണ് ഇത് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ്. എന്നിട്ട് പോലും ചില കാര്യങ്ങളൊക്കെ എനിക്കും പേഴ്സണലി കുറേ കൂടി നന്നാക്കായിരുന്നു, ഇമ്പ്രൂവ് ആയിരുന്നു എന്നൊക്കെ പല സമയത്തും തോന്നിപ്പോയി. അതിൽ മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു കഥ പറച്ചിൽ ശൈലിയിലെ പേസിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. ഭയങ്കര സ്ലോ പേസ് ആയിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. തുടക്കം മുതൽ അവസാനം വരെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ചൊന്ന് എലിവേറ്റ് ആവുമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ അത് താഴോട്ടാണ് പോകും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറേ കൂടി എൻഗേജിങ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ടു സെക്കൻഡ് ഹാഫ്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇത് കഥ ഇങ്ങനെ പറഞ്ഞ് വലിപ്പിച്ച് ഭയങ്കര എഴഞ്ഞിട്ടാണ് ഇതിൻ്റെ കഥ പോവുക. കഥ പ്രോഗ്രസ് ആവുന്നില്ല എന്നല്ല, പക്ഷെ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് വളരെ പേസ് കുറഞ്ഞ സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഇറക്കുന്ന ആൾക്കാർക്ക് കൂടി നോക്കണം, കുട്ടികൾക്കാണ് ഇറക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ റീലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞത് തീരെ കുറവുള്ള ആൾക്കാരാണ്. അവരുടെ മുമ്പിലേക്ക് ഒരു മ്യൂസിക്കൽ മൂവി എന്ന രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതും കുറച്ച് ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ മൂവി ആ ഒരു അപ്രോച്ച് ഓക്കെയാണ്. 1-2 പാട്ടുകൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ ഓക്കെ. പക്ഷേ എന്നിരുന്നാലും പല സീക്വൻസുകളും കുറേ ലെങ്ത് എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോ 8 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ എടുത്തിട്ടാണ് ചിലപ്പോൾ ഒരു വൺ ഷോട്ടോ അല്ലെങ്കിൽ ചെറിയ സീക്വൻസുകളൊക്കെ പോവുക. പക്ഷെ അവിടെയും പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല. ക്യാരക്ടേഴ്സിൻ്റെ കെമിസ്ട്രി, അവരുടെ ഇമോഷൻസൊക്കെയാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതൊന്നും കണ്ടിരിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ ഇപ്പോഴത്തെ പിള്ളേർക്കില്ല എന്നുള്ളതും കൂടി ആലോചിക്കണം. പണ്ടായിരുന്നെങ്കിൽ ഒരു 10-20 വർഷം മുമ്പായിരുന്നെങ്കിൽ വേറെ ഒരു മീഡിയം ഇല്ലാത്തത് കൊണ്ട് സിനിമ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പക്ഷെ കണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. അവർക്ക് ഈ 30 സെക്കൻഡിൻ്റെ റീല് പോലും കാണാൻ വയ്യ. സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് 10 സെക്കൻഡാണ്. അതിൽ തന്നെ 1-2 സെക്കൻഡ് ആയിരിക്കും. ഈ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടാവില്ല, ഈ ഫോൺ വെച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു. സോ അത്രയും അറ്റൻഷൻ സ്പാൻ കുറവുള്ള ആൾക്കാരിലേക്ക് ഇത്ര ലെങ്ത് എടുത്ത് ഇത്ര ഡ്രാഗ് ചെയ്ത് ഈ സിനിമ പ്രസൻറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. അല്ലാതെ നോക്കിയാൽ ബാക്കി ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഗംഭീരമാണ്. ലാലേട്ടൻ്റെ ആദ്യത്തെ ഡയറക്ഷണൽ ഡെബ്യൂ ആണ്. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് നമ്മളിതുവരെ കണ്ടിട്ട് മൂപ്പരുടെ ആ ഒരു കരിയറിൽ മൂപ്പർ ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ നോളജും ഇതിൽ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചൊരു സാധാരണ സിനിമ എടുക്കാനല്ല, ഈ രീതിക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി അപ്രോച്ചിൽ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലോ അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്തൊരു 3D എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ഫാൻറ്റസി ഹിസ്റ്റോറിക്കൽ അഡ്വഞ്ചർ എന്ന മോഡിയിലാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ 3D എടുത്തു പറയേണ്ടതുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൺവേർട്ടഡ് 2D to 3D സാധനമല്ല, റിയലായിട്ട് 3Dക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളൊരു പടമാണ്. ആൻഡ് അതിപ്പോൾ വെറുതെ 3D ആക്കിയത് കൊണ്ട് വെറുതെ കുത്തിക്കയറ്റി വെച്ചതൊന്നുമല്ല. അത് 3D ആണെന്നുള്ള അല്ലെങ്കിൽ 3D എലമെൻറ്റ്സ് ഒക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു ഡെപ്ത് പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ 3D ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ആ ഒരു മേക്കിങ്ങും കുറേ വിഷ്വൽസും ഒക്കെ തന്നെ സന്തോഷിക്കുന്നൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ. സോ ഫ്രെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി. പക്ഷേ ഇതിൻ്റെ കാസ്റ്റിംഗ്, ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു പേസിങ്ങിൻ്റെ ഇഷ്യൂ പറഞ്ഞ പോലെ തന്നെ എനിക്കുണ്ടായിരുന്ന മറ്റൊരു പ്രശ്നങ്ങളിലൊന്നാണ് ഇതിലെ കാസ്റ്റിംഗ്. ലാലേട്ടനെ മാത്രമേ നമുക്കിതിൽ കണ്ടുപരിചയമായിട്ടുള്ള ഒരാളുള്ളൂ, മലയാളം അറിയുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു ക്യാരക്ടർ. ബാക്കിയൊക്കെ എവിടെ നിന്നൊക്കെയോ ആരെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ കുട്ടിക്കും മലയാളം അറിയില്ല. മലയാളം അറിയാത്തതോ പോട്ടെ, പക്ഷെ അവരുടെയൊക്കെ ആ ഒരു അമച്ചറായിട്ടുള്ള ആക്ടിങ് ഒക്കെ സിനിമയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ആ ഒരു ഇസബെല്ല എന്നൊരു ക്യാരക്ടർ വലിയ കുഴപ്പമില്ലെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന മറ്റ് കാസ്റ്റൊക്കെ വളരെ പൂറായിട്ട് അല്ലെങ്കിൽ വളരെ ബാഡ് ആക്ടിങ് ആയിട്ട് തോന്നി. സോ ലാലേട്ടൻ്റെയും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നമുക്കിതിൽ കാണാനില്ല. അദ്ദേഹത്തിനുള്ള സ്പേസ് ഒക്കെ ലിമിറ്റഡ് ആണ്. ആ ഒരു ക്യാരക്ടറായിട്ട് മാത്രമേ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നൊരു മൂവി എന്ന രീതിക്ക് ഫുൾ ഓൺ ത്രൂ ഔട്ട് മൂപ്പര് വന്നു പോകുന്നില്ല. അതൊക്കെ നല്ല കാര്യം. ആ സ്പെസിഫിക് ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്ന സ്പേസിൽ മാത്രമാണ് ആൾ വന്ന് പെർഫോം ചെയ്തിട്ട് പോകുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർക്ക് പെർഫോം ചെയ്യാൻ സ്ഥലം കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി നല്ല കാസ്റ്റിംഗ് ആവരുന്നും കൂടി തോന്നി. സോ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയിൽ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഒന്ന് ഇതിൻ്റെ കാസ്റ്റിങ്ങും, 2 ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ പേസിങ്ങും. ഈ കുട്ടികളൊക്കെ ഇറക്കുന്നതാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള കുറച്ചും കൂടി സ്പീഡായിട്ടുള്ള പടമാണ് ആവശ്യം. കാരണം കുറച്ച് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവർ ഫോൺ എടുക്കും, അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലൊക്കെ പോവും, മൈൻഡ് പോവും. ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്താൽ പോവും. സോ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള മൂവി കൊടുക്കാമെന്ന് തോന്നി. സോ ഈ സിനിമ ക്രിസ്മസ് റിലീസായിട്ട്
കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളൊരു പടമാണ്. ഇത് അഡൽട്സ് പോയി കണ്ടിട്ട് കാണണ്ടാന്ന് ആരോടും പറയുന്നില്ല. പക്ഷെ കണ്ടിട്ട് വെറുതെ ഇതിപ്പോൾ ചെറിയ പിള്ളേർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. സോ ഇഫ് യു ആർ 18+, ഗോ ഫോർ മാർക്കോ. ഇഫ് യു ആർ അണ്ടർ 18, ഗോ ഫോർ ബൊറോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.